ഞാൻ കുട്ടിയെ നോക്കിയാ വന്നത്. നീ വരൂ. വരൂന്നേ. അതെ, കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. എന്താ ഇഷ്ടക്കാരൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടച്ചാ ഇപ്പഴാ പറയണം. എന്തിനാ ഇപ്പൊ വെറുതെ മനസ്സിനൊരു സ്വൈരക്കേട്? എത്ര ദിവസമായി ഈ സ്വൈരക്കേട് തുടങ്ങിയിട്ട്? എന്നെ കണ്ട അന്ന് മുതൽ. എന്നാ അതങ്ങ് മാറ്റിയായിരിക്കും നല്ലത്. അതെ, സീരിയസ് ആയിട്ട് തന്നെയാണ്. ഉടനെ ഒരു മറുപടി കിട്ടാൻ വേണ്ടിട്ടല്ല, പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്ത്. ഇതിപ്പോ കിടന്നിട്ടൊരു സീൻ സൃഷ്ടിക്കാനല്ല. മറുപടി എന്നോടായിട്ട് പറയാൻ വേണ്ട. മാലിനി ചേച്ചിയോ രഞ്ജിനിയോ ആരെങ്കിലും ചോദിക്കും, അവരോട് മറുപടി പറഞ്ഞാൽ മതി. അതുവരെ ഈ സ്വൈരക്കേട് അങ്ങനെ തന്നെ നിന്നോട്ടെ. അതെനിക്കിഷ്ടാ. മാലിനി ചേച്ചിയോട് രഞ്ജിനി ചേച്ചിയോടൊക്കെ എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കണ്ടപ്പോ കേട്ടതിനേക്കാൾ കഷ്ടമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്തെങ്കിലും ഒരു സ്വൈരക്കേട് വേണമെന്നല്ലേ ഉള്ളൂ. എന്നെ ഒഴിവാക്കിയേക്കൂ പ്ലീസ്. എക്സ്ക്യൂസ് മീ. ക്ലാര, ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും. മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. ഇങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും. മറക്കുമായിരിക്കും അല്ലേ? പിന്നെ മറക്കാതെ. പക്ഷെ എനിക്ക് മറക്കണ്ട. വരുന്ന വഴിക്ക് വെറുതെ ആലോചിച്ചു, ഇത്തവണ അന്നത്തെ പോലെ ക്ലാരയെ ഞാൻ കെട്ടട്ടെ എന്നൊരു ചോദ്യം വന്നാൽ ഞാൻ എന്തു ചെയ്യുന്നു? പക്ഷെ എനിക്ക് തന്നെ തോന്നി ആ ചോദ്യം ഇനി വരില്ലെന്ന്. വന്നിരുന്നെങ്കിൽ? വന്നില്ലല്ലോ. ശ്രദ്ധിച്ചോന്നറിയില്ല, ഇത്തവണ നമ്മൾ കൂടുതൽ നേരം സംസാരിച്ചത് രാധയെക്കുറിച്ചാ. ആദ്യമായിട്ട് മോഹം തോന്നുന്ന ആളിനെ തന്നെ ജീവിതം മുഴുവൻ കിട്ടുകയെന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്കേ കിട്ടൂ, നല്ല കുട്ടികൾക്കേ കിട്ടൂ. ക്ലാരയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹം തോന്നിയിട്ടുള്ളത് ആരോടാവും? കൺട്രാക്ടറോട് തന്നെ, ആദ്യമായിട്ടും അവസാനമായിട്ടും. ഓർക്കുന്നത് അതല്ലേ, ഇത്തവണ മാത്ര മഴ പെയ്യാഞ്ഞത്. അതിന്റെ അർത്ഥം ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കാണുന്നുണ്ടാവില്ല എന്നായിരിക്കും. അല്ല. എന്തിനാ ഇനി നമ്മൾ കാണുന്നേ? എനിക്കും അറിയില്ല, പക്ഷേ ഇനി കാണില്ല എന്ന് പറഞ്ഞ് പിരിയണ്ട. എന്റെ ഈ വരവ് രാധയ്ക്കൊരു ബുദ്ധിമുട്ടാവരുത്. ഇല്ല. രാധ അറിയരുത് നമ്മൾ തമ്മിൽ കണ്ടത്. ഇല്ല. എങ്കിൽ കാണില്ല എന്ന് പറഞ്ഞ് ഇത്തവണ പിരിയണ്ട. പക്ഷെ എന്നായാലും ഒരിക്കൽ നമ്മൾ പിരിയേണ്ടവരാണ്. എങ്ങനെ അറിയാം? എനിക്കറിയാം. രാധ മണ്ണാറത്തൊടിയിൽ വരുന്ന ദിവസം വരെ മാഷക്ക് ക്ലാരയെ കാണാൻ കിട്ടുള്ളൂ. എന്നാ പോട്ടെ തടി കൺട്രാക്ടറെ. എങ്കിലും എനിക്കറിയാമായിരുന്നു ക്ലാര വന്നാൽ. ഏതായാലും വന്നില്ലേ, വന്നു പോയില്ലേ? പോയി. ഇനി വരില്ല.
വന്നാലും ജയേട്ടൻ കാണാൻ പോവാതിരുന്നാ മതി. പോവില്ല. എനിക്ക് ഈ ഒരു ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഞാൻ വാക്ക് തന്നിട്ട് വേണേ തെറ്റിച്ചോളൂ, ഞാൻ അറിയാതെ. അങ്ങനെ ഒരു വാക്ക് തന്നിട്ട് കാര്യണ്ട്. ജയേട്ടൻ വാക്ക് തരൂ. വാക്ക് ഇനി ഈ വാക്ക് തെറ്റിക്കാൻ ജയേട്ടൻ വിചാരിച്ചാലും നടക്കില്ല. എങ്കിൽ രക്ഷപ്പെട്ടു. ഇനി എന്റെ വാക്ക്. ജയേട്ടൻ ഇപ്പൊ തന്നെ ഈ വാക്ക് തെറ്റിച്ചാൽ, തെറ്റിച്ചോന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ രാധ ജയേട്ടന്റേതായിരിക്കില്ല. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1632 കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഇനി വരാതിരിക്കുമെന്ന് ഞാൻ പേടിച്ചു. എന്താ അങ്ങനെ തോന്നാൻ? അല്ല, കല്യാണമൊക്കെ അടുത്തു വരികയല്ലേ. ഇത്തവണ ഉണ്ടാവുമല്ലോ അല്ലേ? ആ ഉറപ്പിലാ ധൃതിയിലാണെങ്കിലും ഞാൻ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് ഓടി വന്നത്. ഉണ്ടാവും. ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി അതുണ്ടാവില്ല. അതെന്താ അങ്ങനെ? അങ്ങനെ മിസ്റ്റർ മോനി ജോസഫ്, എന്റെ ഹസ്ബൻഡ്. ഹലോ, ഹൗ ഡു യു ഡു? ഹൗ ഡു യു ഡു? അറിയാലോ, മദർ സുപ്പീരിയർ. അറിയാം. കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. കരലേ, അയ്യോ കരലേ. എന്നായിരുന്നു മാരേജ്? 1 വർഷം കഴിയുന്നു. നേര് പറഞ്ഞാൽ നമ്മൾ അവസാനം കണ്ടുപിരിഞ്ഞില്ലേ? ആ ഭ്രാന്തന്റെ നിലവിളിയും കേട്ട് അതിന്റെ അടുത്ത ആഴ്ച ഞാൻ വീട്ടമ്മയായി. അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ കാരണം നമ്മുടെ രണ്ടാളുടെയും ലൈഫ് നശിക്കുമോന്ന് എനിക്ക് പേടി തോന്നി തുടങ്ങിയിരുന്നു. All the best for the marriage. ബ്ലെസ്സിങ്സ്. കണ്ടിട്ടില്ലെങ്കിലും രാധയ്ക്കും. ഞാൻ പറയാം. അത് പറഞ്ഞോളൂ. പക്ഷേ ഞാൻ വന്നതും പോയതും രാധ അറിയണ്ട. എന്തിനാ ആ കുട്ടിക്ക് വെറുതെ? Got it.